ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷത്തിൽ എല്ലാവരുടെയും തന്നെ അവർ വിചാരിച്ച രീതിയിലുള്ള ആഗ്രഹങ്ങൾ മുഴുവനും പൂർണ്ണമായി നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സിനർജി ക്രിയേഷൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ ഓൾ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ജോലി സംബന്ധമായ കാരണത്താൽ വേറെ രാജ്യത്തിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള 3 ബെഡ്റൂമിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ടാറിംഗ് റോട്ടിൽ നിന്നും വെറും 20-25 മീറ്റർ മാറി വീടിൻ്റെ ആ കാണുന്നതാണ് ടാറിംഗ് റോഡ്. ടാറിംഗ് റോഡിൽ നിന്നും വെറും 20-25 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ, അതുപോലെ തന്നെ വീട്ടിലേക്ക് ടിപ്പർ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ അത്ര 5 മീറ്ററോളം വഴി തിരിച്ചിട്ടുള്ള വീടിൻ്റെ മുൻവശത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വറ്റാത്ത കിണറോട് കൂടിയ കിണറും കിണറ്റിലെ വെള്ളവും കാര്യങ്ങൾ ഉൾപ്പെടെ വീടിൻ്റെ ചുറ്റുപാട് മുഴുവനായി നമ്മൾ വീടിൻ്റെ ഉൾഭാഗം ഉൾപ്പെടെ മുഴുവനായി നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ കണ്ടും കേട്ടും മനസ്സിലാക്കുക. അത്തരത്തിലുള്ള മനോഹരമായ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ വീട് വരുന്നത് മുണ്ടൂർ സെൻറ്റർ, അതുപോലെ തന്നെ പേരാമംഗലം വില്ലേജിലാണ് ഈ വീട് പെടുന്നത്. അതുപോലെ തന്നെ വരടിയം സെൻറ്ററിൻ്റെ അടുത്തായിട്ട് ഏകദേശം മുണ്ടൂര്, പേരാമംഗലം, വരടിയം ഈ 3 പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെ ഏകദേശം മധ്യത്തിലായി ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ, അതുപോലെ തന്നെ വരടിയം സെൻറ്ററിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, മുണ്ടൂര് സെൻറ്ററിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്, പേരാമംഗലം ഭാഗത്താണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. വീടിൻ്റെ ഉൾഭാഗം നിങ്ങൾ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക. വന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ലിവിങ് ഹാള്, വലിയ ഹാളാണ്. ആ ഹാളിനെ തന്നെ നമ്മൾ ലിവിങ്ങും ഡൈനിങ്ങും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂമാണ്, മുകൾ ഭാഗത്ത് 1 ബെഡ്റൂമാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ വീട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അമല ഹോസ്പിറ്റൽ ഏകദേശം 5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഗുരുവായൂരിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത്. ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ അമ്പല പരിസരത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ, മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ, സെൻട്രൽ CBSE സ്കൂൾ ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി, അതുപോലെ തന്നെ വരടിയം സെൻട്രലിലുള്ള സ്കൂൾ ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, എല്ലാ യാത്രാ സൗകര്യങ്ങളോടുകൂടി ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ വില്ലേജ് ഓഫീസ്, റേസ് ഓഫീസ്, അങ്ങനെ മുണ്ടൂർ സെൻറ്റർ, അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. കേവലം 8 മാസത്തെ മാത്രം പഴക്കമുള്ള ഒരു പുതിയ വീട് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു വീടാണ് ഈ വീട്. 6 സെൻറ്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, താഴെ 2 ബെഡ്റൂം, മുകൾ ഭാഗത്ത് 1 ബെഡ്റൂം, ആ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള 8 മാസത്തെ മാത്രം പഴക്കമുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത്. താമസിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് അവരവർ തന്നെ അവർക്ക് സ്വന്തമായി താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിക്കുമ്പോൾ അതിലൊട്ടേറെ പ്രത്യേകതയും കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും മെറ്റീരിയൽ കാര്യങ്ങളാണ്. ഏറ്റവും ഹൈ ക്വാളിറ്റിയും ഏറ്റവും ലോ ക്വാളിറ്റി ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായി പണിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ
മീഡിയം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആയി ഇട്ടിട്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തുക. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഉള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ സ്വന്തമായി വീട് പണിയുമ്പോൾ വീട് വാർപ്പ് കഴിഞ്ഞാൽ നനയ്ക്കുന്നതൊക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കാലത്ത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വാർപ്പും കാര്യങ്ങളൊക്കെ നനച്ച് ഉച്ചതിരിഞ്ഞ് വീണ്ടും സൂര്യ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ വാർപ്പും കാര്യങ്ങളൊക്കെ നനയ്ക്കുകയും അത് കൃത്യമായി എത്ര ദിവസമാണോ പറയുന്നത് അതിൽ കൂടുതൽ ദിവസം നനവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്വന്തമായി പണിയുമ്പോൾ ആ കൃത്യത മുഴുവൻ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സെൻസൈഡ് ആയാലും മെയിൻ വാർപ്പ് ആയാലും രണ്ടാം നിലയുടെ മുകൾ ഭാഗമൊക്കെ ആയാലും അത് കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ തന്നെ ആ വീടിന് മെറ്റീരിയലുകളല്ലാതെ തന്നെ വീടിന് പൂർണ്ണമായ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും കോൺക്രീറ്റിന് ബലവും കാര്യങ്ങളൊക്കെ കൂടുതൽ വർദ്ധിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യുമ്പോഴാണ്. അതുപോലെ ഓരോ വർക്കും നമ്മൾക്ക് ഇഷ്ടത്തിനും പിന്നീട് കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലാണ് താമസിക്കാൻ വേണ്ടി പണിയുന്ന വീടുകൾക്ക് അതിൻ്റെ ഓണർമാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ താമസിക്കാൻ വേണ്ടി പണിത വീടുകൾ വിൽപ്പന നടത്തുമ്പോൾ അത് നമ്മൾ എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫുള്ള് ഇപ്പോൾ കട്ട്ള, ജനല, വാതിൽ മുഴുവൻ തേക്ക് മരത്തിലാണ് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ മുഴുവൻ തേക്ക് മരത്തിൽ തന്നെയാണ്. കിച്ചൺ കബോർഡ് ഉൾപ്പെടെ തേക്കിലാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. കാർപോർട്ട് നല്ല രീതിയിലുള്ള കാർപോർട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ആണ്. ആ ഓപ്പൺ ടെറസിൽ ട്രസ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. അല്പം സൈഡിലേക്ക് മാറി അത്യാവശ്യം ചക്കയും ഒരു തെങ്ങിൻ തൈയും അതുപോലെ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ സൗകര്യം കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ താമസിക്കാൻ വേണ്ടി പറയുന്ന വീടുകൾ എടുത്ത് പറയുന്നത്. ഈ വീടിൻ്റെ വർക്കും കാര്യങ്ങളും ഇതിൻ്റെ എല്ലാ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി വന്നപ്പോൾ പറഞ്ഞ റേറ്റിനേക്കാളും കൂടുതലായിട്ടാണ് വരുന്നത്. ഏകദേശം 75 ലക്ഷം രൂപയോളം ഇതിൻ്റെ സ്ഥലം വാങ്ങിച്ചതും അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസും കിണർ കുത്തിയതും വീടിൻ്റെ വർക്ക് മുഴുവനായി കംപ്ലീറ്റ് വർക്ക് നടത്തിയപ്പോൾ വന്നിട്ടുള്ളൊരു ചിലവാണ് 75 ലക്ഷം രൂപ. എന്നിരുന്നാലും 8 മാസത്തെ പഴക്കവും കാര്യങ്ങളും വീടിൻ്റെ റേറ്റും സ്ക്വയർ ഫീറ്റ് റേറ്റും ഈ സ്ഥലത്തിൻ്റെ റേറ്റൊക്കെയും കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ നമ്മൾക്ക് മാക്സിമം ഓണർ പറയുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ്. അതിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം തയ്യാറാണ്. അതുപോലെ തന്നെ ഈ വീടിന് ലോൺ ഫെസിലിറ്റി എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നായാലും ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേപ്പർ വർക്ക് ഉൾപ്പെടെ ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വീട് കാണുന്നതിന് ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ വീഡിയോ പൂർണ്ണമായി കാണുന്നതിന് മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.